ജയരാജനെ മറ്റൊരു മഹതിനിയാക്കാൻ ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജയരാജനെതിരായ കേസിനെ രാഷ്ട്രീയപരമായി നേരിടുമെന്നും ജയിലിലടച്ചോ UAPA ചുമത്തിയോ പാർട്ടിയെ തകർക്കാനാവില്ലെന്നും കോടിയേരി പറഞ്ഞു. സഖാവ് പി ജയരാജനെ മറ്റൊരു മദനിയാക്കി മാറ്റാനാണ് ഇവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇലക്ഷൻ അടുത്ത് വരുന്ന സന്ദർഭത്തിൽ CPM നേതാക്കന്മാരെ വിചാരണ കൂടാതെ ജയിലിൽ വെക്കുന്നതിനും നാട് കടത്തുന്നതിനുമുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിവിധ കേസുകൾ UAPA ചുമത്തുന്നത്. ഇത്തരത്തിലുള്ള നടപടി കൊണ്ട് CPMനെ തകർക്കാം എന്ന ധാരണ BJPയും കോൺഗ്രസും ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇത് നിയമപരമായും രാഷ്ട്രീയമായും ഈ നീക്കത്തെ CPM നേരിടും. പി ജയരാജന്റെ ആരോഗ്യ നിലയെക്കുറിച്ച് CBI റിപ്പോർട്ട് തേടി. പരിയാരത്തെ കാർഡിയോളജിസ്റ്റിനോട് ഉടൻ ഹാജരാകണമെന്ന് CBI ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില പറയൂ. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണം ഈ വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി CCUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേസമയമാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ SM അഷ്റഫിനെ CBI സമീപിച്ചത്. അദ്ദേഹത്തിന് CBI നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നേരത്തെ നടന്ന പി ജയരാജന് നേരത്തെ നടന്ന ആൻജിയോപ്ലാസ്റ്റി സംബന്ധമായ വിവരങ്ങൾ, അതുപോലെ തന്നെ ചികിത്സാ വിധികൾ, ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില, ഇവ സംബന്ധിച്ച വിവരങ്ങൾ തിങ്കളാഴ്ച CBIക്ക് മുന്നിൽ ഹാജരായി റിപ്പോർട്ട് നൽകാൻ വേണ്ടിയാണ് CBI ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഹൃദയ സംബന്ധമായ അസുഖത്തിന് വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഡോക്ടർമാർ നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുരാജ്, PV ജോഷിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പി ജയരാജൻ കോടതിയിലെത്തുമ്പോൾ കണ്ണൂരിൽ നടന്ന കൊലപാതകങ്ങളിൽ പോലീസും കേരള സർക്കാരുകളും കാട്ടിയ ഇരട്ടത്താപ്പ് നയങ്ങൾ കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണ്. പോലീസ് UAPA വകുപ്പ് ചുമത്തിയ 3 കേസുകളിൽ RSS പ്രവർത്തകർ പ്രതികളായ 2 കേസുകളിലും പോലീസ് ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. RSSന്റെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് കതിരൂർ മനോജ് വധക്കേസിൽ തന്നെ പ്രതിയാക്കിയതെന്നും നിയമപരമായും രാഷ്ട്രീയപരമായും കേസിനെ നേരിടുമെന്നും പറഞ്ഞ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ കോടതിയിൽ ഹാജരാകുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും കണ്ണൂരിലെ ജനങ്ങളും ചോദിക്കുന്ന മറ്റു ചില ചോദ്യങ്ങൾ കൂടി കേരള സർക്കാരുകൾക്കു നേരെ ഉയരുകയാണ്. 2015 ഫെബ്രുവരി 25-നാണ് CPIM പ്രവർത്തകൻ ഓണിയൻ പ്രേമൻ വെട്ടേറ്റ് മരിച്ചത്. 25-ന് രാത്രി ചിറ്റാരിപ്പറമ്പ് കള്ളുഷാപ്പിൽ നിന്നും ജോലി കഴിഞ്ഞ് ഇരട്ടക്കുളങ്ങരയിൽ സുഹൃത്തിന്റെ കല്യാണ വീട്ടിൽ പോയി മടങ്ങിവരവെ 12 പേരടങ്ങുന്ന RSS സംഘം ബോംബെറിഞ്ഞും അതിനുശേഷം 2 കാലുകളും വെട്ടിമാറ്റിയുമാണ് പ്രേമനെ കൊല ചെയ്തത്. 12 RSS പ്രവർത്തകരെ പ്രതികളാക്കി പോലീസ് UAPA ചുമത്തിയെങ്കിലും UAPAക്ക് ഇതേവരെ സർക്കാർ അനുമതി നൽകിയിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിലാണ് UAPAക്ക് അനുമതി നൽകേണ്ടത്. എന്നാൽ ഇതുവരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചില്ല. 12 പേരടങ്ങുന്ന RSS സംഘമാണ് പ്രതിപ്പട്ടികയിൽ. 11 പേരെ പോലീസ് കണ്ടെത്തി ഒരാളെ ഒഴിവാക്കി. 10 RSS പ്രവർത്തകർ ജാമ്യം ലഭിക്കാവുന്ന അവസ്ഥയിലേക്ക് കുറ്റപത്രം പോലും സമർപ്പിക്കാതെ പോലീസ് ഒത്താശ ചെയ്തു. 6 മാസം പോലും ഇവരാരും ജയിൽവാസം അനുഭവിച്ചിട്ടുമില്ല. ഏപ്രിൽ 14 വിഷു ദിവസം അർദ്ധരാത്രിയാണ് CPIM പ്രവർത്തകൻ പൊയിലൂരിലെ വിനോദ് കൊല്ലപ്പെട്ടത്. രാത്രി നെഞ്ചിനു നേരെ ബോംബെറിഞ്ഞു കൊല്ലുകയായിരുന്നു. 13 RSS പ്രവർത്തകരെ കൊളവല്ലൂർ പോലീസ് UAPA ചുമത്തി പ്രതിപ്പട്ടികയിൽ ചേർത്തു. കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചില്ല. 10 പേരും ജാമ്യത്തിലിറങ്ങി സ്വതന്ത്രമായി വിഹരിക്കുന്നു. അതേസമയം തന്നെ കേസന്വേഷണം ആരംഭിച്ച് അതുവരെ പ്രതിയല്ലെന്ന് CBI കോടതിയെ പോലും അറിയിച്ച CPM ജില്ലാ സെക്രട്ടറിയെ പ്രതിപ്പട്ടികയിൽ UAPA ചുമത്തി ചേർത്തതും രാഷ്ട്രീയ പ്രേരണയുടെ ഇരട്ടനീതിയായാണ് വിലയിരുത്തപ്പെടുന്നത്. കേരള സർക്കാരും RSSും തമ്മിലുണ്ടാക്കിയ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ RSSകാരായ പ്രതികൾക്ക് ജാമ്യം കിട്ടത്തക്ക നിലയിലുള്ള നിലപാട് സ്വീകരിച്ചു. പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വിവേചനപൂർവവും അതോടൊപ്പം നിയമവിരുദ്ധവുമാണ് നടപടികൾ ഇത് കാണാൻ കഴിയും. കതിരൂർ കേസിൻ്റെ കുറ്റപത്രം 180 ദിവസത്തിനടുത്ത് സമർപ്പിക്കാനും മറ്റുള്ളവർക്ക് ജാമ്യം കിട്ടാതിരിക്കാനും ഉത്സാഹം കാട്ടി. എന്നാൽ ചിറ്റാരിപ്പറമ്പ് പൊയിലൂർ കേസിൻ്റെ കുറ്റപത്രം നാളിതുവരെ സമർപ്പിച്ചില്ലെന്ന് മാത്രമല്ല, പൊയിലൂർ കേസിലെ ചില പ്രതികൾക്ക് 85 ദിവസം ജയിലിൽ കിടക്കുമ്പോഴേക്ക് ജാമ്യം കിട്ടി. കണ്ണൂരിലെ CPIM പ്രവർത്തകർക്കെതിരെ RSSും കേരള സർക്കാരുകളും ഒരുപോലെ കൈകോർക്കുന്നതിൽ പ്രതിഷേധിച്ച് CPIM നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. JNUവിൽ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ച് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും CPI രാജ്യസഭാ നേതാവ് D രാജയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ടു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടു. നിരപരാധികൾക്ക് എതിരെ നടപടിയെടുക്കില്ലെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി മറ്റു ഉറപ്പുകളൊന്നും നൽകിയില്ല. അതേസമയം JNUവിൽ വിദ്യാർത്ഥി പ്രതിഷേധം രൂക്ഷമായി.
പാർലമെന്റ് ആക്രമണക്കേസുമായി ബന്ധപ്പെട്ട് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിന്റെ 1ാം വാർഷിക ദിനമായ ഫെബ്രുവരി 9-നാണ് JNUവിൽ വിദ്യാർത്ഥികൾ അഫ്സൽ ഗുരുവിനും തൂക്കിലേറ്റപ്പെട്ട ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് നേതാവ് മക്ബൂൽ ഭട്ടിന്റെയും അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. അഫ്സൽ ഗുരു ഭരണഗൂഢാലോചനയുടെ ഇരയാണെന്ന് ആരോപിച്ചായിരുന്നു അനുസ്മരണ പരിപാടി. ആദ്യം പരിപാടിക്ക് അനുമതി നൽകിയ സർവകലാശാല അധികൃതർ ABVP ഇടപെടലിൽ അനുമതി റദ്ദാക്കി. ഇതിനെതിരെ പ്രകടനം നടത്തിയ വിദ്യാർത്ഥി ചെയർമാൻ കൻഹായി കുമാറിനെയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ്യവിരുദ്ധ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു പോലീസ് നടപടി. കൻഹായിയ രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ വീഡിയോ ആധാരമാക്കിയാണ് അറസ്റ്റെന്ന് പോലീസ് അറിയിച്ചു. രാജ്യദ്രോഹം, ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് വിദ്യാർത്ഥിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. BJP MP മഹേഷ് ഗിരിയുടെയും ABVPയുടെയും പരാതിയിൽ കണ്ടാൽ തിരിച്ചറിയുന്ന വിദ്യാർത്ഥികൾക്കെതിരെയും പോലീസ് സമാന കേസെടുത്തു. ജവഹർലാൽ നെഹ്റു സർവകലാശാല അടച്ചുപൂട്ടണമെന്ന് VHPയും സംഘപരിവാർ സംഘടനകളും ആവശ്യപ്പെട്ടു. അഫ്സൽ ഗുരു അനുസ്മരണം സംഘടിപ്പിച്ചതിനെതിരെ ABVP ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ പ്രതിഷേധം നടത്തി. എന്നാൽ കേന്ദ്ര സർക്കാരും ദില്ലി പോലീസും ചേർന്ന് സർവകലാശാലയിൽ അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. സംഘപരിവാർ ശബ്ദമുയർത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പകപോക്കുകയാണെന്നും വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ വിട്ടയക്കണമെന്നും CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാകിസ്ഥാന് F-16 വിമാനങ്ങൾ വിൽക്കാൻ അമേരിക്ക തീരുമാനിച്ചു. ഇതിനെതിരെ ഇന്ത്യ പ്രതിഷേധമറിയിച്ചു. ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതിയെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിളിച്ചുവരുത്തിയാണ് പ്രതിഷേധമറിയിച്ചത്. തീവ്രവാദത്തിനെതിരെ നടപടിയെടുക്കാത്ത രാജ്യത്തിന് യുദ്ധവിമാനങ്ങൾ നൽകരുതെന്ന് ഇന്ത്യ വ്യക്തമാക്കി. $699 മില്യൺ കരാർ പാകിസ്ഥാനുമായി ഉറപ്പിക്കാൻ അമേരിക്കൻ സർക്കാർ ഇന്നലെയാണ് തീരുമാനമെടുത്തത്. ഏത് കാലാവസ്ഥയിലും യുദ്ധസജ്ജമായ F-60 വിമാനങ്ങൾ പാകിസ്ഥാന് വിൽക്കും. 8 വിമാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുക. ഇതിനോടൊപ്പം അത്യാധുനിക റഡാർ സംവിധാനങ്ങളും പാകിസ്ഥാൻ ലഭിക്കും. അതോടൊപ്പം വിമാനം പറത്താൻ പാകിസ്ഥാൻ വൈമാനികർക്ക് അമേരിക്ക പരിശീലനം നൽകും. തീവ്രവാദത്തിനെതിരെ ഒരു നടപടിയും കൈക്കൊള്ളാത്ത പാകിസ്ഥാന് വിമാനങ്ങൾ കൈമാറരുതെന്ന് വ്യക്തമാക്കി ഇന്ത്യ കരാറിനോട് പ്രതിഷേധമറിയിച്ചു. അമേരിക്കയുടെ തീരുമാനം നിരാശാജനകമെന്ന് വിദേശകാര്യ വക്താവ് വികാസ് സ്വരൂപ് ട്വിറ്ററിൽ കുറിച്ചു. ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതിയെ വിദേശകാര്യ ആസ്ഥാനത്ത് വിളിച്ചുവരുത്തി ഇന്ത്യ പ്രതിഷേധം നേരിട്ടറിയിക്കുകയും ചെയ്തു. തീവ്രവാദം നേരിടാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് വിമാനം കൈമാറുന്നതെന്നാണ് അമേരിക്കൻ നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. നിലവിൽ അവതരിപ്പിച്ച ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ടാക്കി മാറ്റണമെന്ന് പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി നടത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കം മാത്രമാണ്. JNU യൂണിവേഴ്സിറ്റിയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും പിണറായി പറഞ്ഞു. കോൺഗ്രസുമായി യാതൊരു സഖ്യത്തിനില്ലെന്നും പിണറായി ചോദ്യത്തിന് മറുപടി നൽകി. നവകേരള മാർച്ചിന്റെ 29ാം ദിനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കാണുകയായിരുന്നു പിണറായി. തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി എന്ന നിലക്കുള്ള ഒരു ബജറ്റ് അവതരണമാണ് നടന്നിട്ടുള്ളത്. മാന്യതയുണ്ടെങ്കിൽ ഈ നിയമസഭയിലെ മറുപടി പ്രസംഗത്തിൽ തന്നെ ഈ ബജറ്റ് പിൻവലിച്ചതായി അറിയിച്ച് ഒരു 3 മാസത്തേക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിക്കുന്ന നിലയാണ് സ്വീകരിക്കേണ്ടത്. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. ചാത്തന്നൂർ, പുനലൂർ, ചടയമംഗലം എന്നിവിടങ്ങളാണ് ഇന്നത്തെ മാർച്ചിന്റെ സ്വീകരണ കേന്ദ്രങ്ങൾ. വൈകിട്ടോടെ ജാഥ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും. നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം തലസ്ഥാനത്ത് വിളംബര ഘോഷയാത്രകൾ നടന്നു. തിരുവനന്തപുരത്തെ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിളംബര ജാഥകൾ നടന്നത്. നാളെ വൈകിട്ട് 5-ന് ശംഖുമുഖത്താണ് നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനം.
CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ സമാപന റാലിയുടെ പ്രചരണാർത്ഥമാണ് തിരുവനന്തപുരത്ത് വിളംബര ഘോഷയാത്രകൾ നടന്നത്. ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു വിളംബര ജാഥകൾ. തലസ്ഥാന നഗരിയിൽ നടന്ന വിളംബര ഘോഷയാത്രയിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M. വിജയകുമാർ, ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനത്തിലായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഘട്ടമാണിത്. വളരെ ആവേശകരമായിട്ട് തന്നെ ജില്ലയിലെ CPMന്റെ പ്രവർത്തകർ, അനുഭാവികൾ ഒക്കെ തന്നെ ഈ റാലിയെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നാളെ വൈകിട്ട് 5-ന് ശംഖുമുഖത്താണ് നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 3 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന വൻ റാലിയോടെയാണ് മാർച്ച് സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കള്ളക്കടത്തിനെയും മാഫിയകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ബജറ്റാണ് സർക്കാരിൻ്റേതെന്ന് കേരള ജുവലറി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി MP അഹമ്മദ് പറഞ്ഞു. വോട്ട് ബാങ്ക് മാത്രമാണ് സർക്കാർ ഈ ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളക്കടത്തും മണ്ണക്കോൺ ബിസിനസ്സും അനധികൃത വ്യാപാരവും മാഫിയകളും കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് ബജറ്റ്. ബജറ്റിൽ മൊത്തം കുറേ വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങൾ ഒരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഇതാണുള്ളത്. ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയാം. അപ്പോൾ ഈ നികുതി വെട്ടിപ്പും നികുതി തട്ടിപ്പും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ഒരു ശാസ്ത്രീയമായ രീതിയിലുള്ള നികുതി സമ്പ്രദായം നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ലോല നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ നിരാകരിച്ചതോടെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക ഇരട്ടിയായി. വിഷയം സർക്കാർ ലാഘവത്തോടെ കൈകാര്യം ചെയ്തെന്ന ആക്ഷേപമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉന്നയിക്കുന്നത്. കർഷകരെ രക്ഷിക്കാനുള്ള അവസാന അവസരമാണ് സർക്കാർ നഷ്ടപ്പെടുത്തിയതെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP പറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന് മുന്നിൽ വെച്ച നിർദ്ദേശങ്ങൾ പാടെ കേന്ദ്ര സർക്കാർ നിരാകരിച്ചതോടെയാണ് മലയോര മേഖലയെ വീണ്ടും ആശങ്കയുടെ നടുക്കഴത്തിലേക്ക് തള്ളപ്പെട്ടത്. ആസൂത്രണമില്ലാത്ത സർക്കാർ സമീപനമാണ് കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ തള്ളാൻ പ്രധാന കാരണം. ജനവാസ കേന്ദ്രങ്ങളെ ESA ഗ്രാമങ്ങളിൽ നിന്നും ഒഴിവാക്കി നൽകിയ സംസ്ഥാന നടപടിയാണ് കേന്ദ്രം തള്ളിയത്. വനാതിർത്തികൾ വില്ലേജ് അടിസ്ഥാനത്തിൽ നിർണയിച്ച് അശാംശവും രേഖാംശവും രേഖപ്പെടുത്തി നൽകിയിരുന്നുവെങ്കിൽ പരിസ്ഥിതി ലോല പട്ടികയിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കപ്പെട്ടേനെ. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും കർഷകരെ രക്ഷിക്കാനുള്ള അവസാന അവസരമാണ് സർക്കാർ നഷ്ടപ്പെടുത്തിയതെന്ന് സ്ഥലം MP കൂടിയായ ജോയ്സ് ജോർജ് പറഞ്ഞു. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള തിരിച്ചടിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോൾ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള സമീപനം സംസ്ഥാന ഗവൺമെന്റ് അതുകൊണ്ട് ദുരഭിമാനം വെടിഞ്ഞ് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാളിച്ചകൾ തുറന്ന് സമ്മതിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം പരിഹരിക്കുന്നതിന് ശ്രമിക്കുകയാണ് വേണ്ടത്. സംസ്ഥാന സർക്കാർ വിഷയം കൈകാര്യം ചെയ്തതിലുണ്ടായ അപാകതയാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആരോപിച്ചു. 20 ലക്ഷം പശ്ചിമഘട്ട ജനങ്ങളുടെ ആശങ്കയാണിത്. അവസാന ഘട്ടം വരെ ഇതിനെതിരെ പൊരുതുമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. പശ്ചിമഘട്ട ജനത ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും തോട്ടങ്ങളും ESIയിൽ പെടുത്താൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അവസാനം വരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹെഡ്ലിയുടെ വെളിപ്പെടുത്തൽ 7ാം ദിനവും തുടരുന്നു. മുംബൈയെ കൂടാതെ വിവിധയിടങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി ഹെഡ്ലി. പൂനെ സൈനിക താവളത്തിന്റെ ദൃശ്യങ്ങൾ ലഷ്കറിന് കൈമാറിയെന്നും ഹെഡ്ലിയുടെ പുതിയ വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി മനുശങ്കർ. മനു, പറയൂ. സ്വരാജ്, പാക് പട്ടാളവും ഭീകര സംഘടനകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തമാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇന്ന് മുംബൈ ടാഡ കോടതി മുമ്പാകെ വീഡിയോ കോൺഫറൻസ് വഴി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി വെളിപ്പെടുത്തിയത്. ചിക്കാഗോയിൽ വെച്ച് പാക് പട്ടാളത്തിലുണ്ടായിരുന്ന സഹാബുദ്ദീൻ റാണയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയിലെ ചില കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നത് എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എന്ന് താൻ സഹാബുദ്ദീൻ റാണയുമായി ചോദിച്ചു എന്നുമാണ് ഹെഡ്ലി വെളിപ്പെടുത്തിയത്. ഇത് ഭാവിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് സഹാബുദ്ദീൻ റാണ മറുപടി നൽകിയതായും ഹെഡ്ലി വെളിപ്പെടുത്തി. അതോടൊപ്പം മുംബൈക്ക് പുറകെ മറ്റു സ്ഥലങ്ങൾ സുപ്രധാന പൂനെ സൈനിക താവളങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കുന്നതിന് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തുവാൻ തനിക്ക് ISI അടക്കമുള്ളവർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ഒപ്പം രാജസ്ഥാനിലെ പുഷ്കർ കേന്ദ്രത്തിന്റെ ദൃശ്യങ്ങളും പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം ലഷ്കർ-ഇ ഭീകരർക്കും ഒപ്പം പാക് ISI ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കൈമാറി എന്നുകൂടിയാണ് ഹെഡ്ലി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭാവിയിൽ ഈ കേന്ദ്രങ്ങളിൽ ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും ഹെഡ്ലി പറഞ്ഞു.
പറഞ്ഞിരിക്കുകയാണ്. അതിനാൽ തന്നെ പാക് പട്ടാളവും ഭീകര സംഘടനകളും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ വ്യക്തതകളാണ് ഹെഡ്ലി ഇപ്പോൾ കോടതി മുമ്പാകെ അറിയിച്ചിരിക്കുന്നത്. സ്വരാജ് ശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയും റഷ്യൻ സഭാധ്യക്ഷൻ കിറിൽ പാത്രിയാർക്കീസും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമയം ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു ലോകം കാത്തിരുന്ന ആ അപൂർവ സന്ദർഭം. പാശ്ചാത്യ പൗരസ്ത്യ ക്രിസ്ത്യൻ സഭകളെ 1000ഓളം വർഷങ്ങളായി വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ഭിന്നതയുടെ മുറിവിണക്കിക്കൊണ്ടാണ് മാർപ്പാപ്പ ഹവാന വിമാനത്താവളത്തിലെത്തിയത്. വിമാനത്താവളത്തിൽ വെച്ച് തന്നെ മാർപ്പാപ്പ കിറിൽ പാത്രിയാർക്കീസുമായി കൂടിക്കാഴ്ച നടത്തി. മിഡിൽ ഈസ്റ്റിലെ ക്രിസ്തീയ പീഡനത്തിന് പരിഹാരമുണ്ടാക്കാൻ ഒന്നിച്ചു നീങ്ങാൻ ഇരുസഭകളും തീരുമാനിച്ചു. 11ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ വേർപിരിഞ്ഞ ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. ഹവാനയിലെ ഡോസെ മാർട്ടി രാജ്യാന്തര വിമാനത്താവളത്തിലായിരുന്നു കൂടിക്കാഴ്ച. മെക്സിക്കോയിലേക്കുള്ള യാത്രാമധ്യേ കിറിൽ പാത്രിയാർക്കീസുമായി കൂടിക്കാഴ്ച നടത്താൻ മാർപ്പാപ്പ തീരുമാനിക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിലെ ക്രിസ്തീയ പീഡനത്തിന് പരിഹാരമുണ്ടാക്കാൻ ഭിന്നതകൾ മറച്ച് ഒന്നിച്ചു നീങ്ങുമെന്ന ശുഭവാർത്തയാണ് കൂടിക്കാഴ്ചയിൽ നിന്ന് ഉയർന്നത്. എന്നാൽ 1000 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലും പാശ്ചാത്യ പൗരസ്ത്യ സഭകളുടെ ലയനത്തിന് സാധ്യത ഈ കൂടിക്കാഴ്ചയിലും തെളിഞ്ഞില്ല. പുനരേകീകരണം ഈ കൂടിക്കാഴ്ചയുടെ അജണ്ടയിലില്ലായിരുന്നുവെന്നാണ് റഷ്യൻ സഭാ വക്താക്കൾ പറയുന്നത്. 1/2 നൂറ്റാണ്ടു നീണ്ട അമേരിക്ക ക്യൂബ ശത്രുതയുടെ മഞ്ഞുരുകാൻ മേൽനോട്ടം വഹിച്ചതും മാർപ്പാപ്പയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്.